അപ്പോൾ ഗൈസ് ഇത് കുറേ നാൾ മുന്നത്തെ വീഡിയോ ആണ്. നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഐശ്വര്യയുടെ വളകാപ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മടി കാരണം ഞാൻ അതവിടെ എടുക്കായിരുന്നു. വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇത് കാണാം, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഐശ്വര്യയുടെ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ക്യാമറമാനെ കടയിലെല്ലാം സെറ്റാക്കണം. ഐശ്വര്യ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ ഭയങ്കര സുന്ദരിയാണ്. നിങ്ങളെല്ലാ ഐശ്വര്യയുടെ മേക്കപ്പ് കൊടുക്കണം. ഐശ്വര്യ കുറച്ച് കഴിഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഐശ്വര്യന് മെയിനായിട്ട് ഒരുക്കേണ്ട ഡ്യൂട്ടി നമ്മുടെ എൽനൊക്കെയാണ്. പിന്നെ അമീഷയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ ജസ്റ്റ് ക്യാമറ ഒക്കെ പിടിച്ച എല്ലാം അങ്ങനെ വീഡിയോ കാര്യമൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് നടക്കുന്നത്. എൻ്റെ എൽബുമണിയുടെയും പണി മെയിനായിട്ട് അതായിരുന്നു. ഞങ്ങളാണ് വീഡിയോ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എലിനെ അമീഷയായിരുന്നു പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ മിറർ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഐശ്വര്യയുടെ റൂമിലേക്ക് നേരെ തിരിച്ചെത്തി. എന്നിട്ട് അവിടുത്തെ മിററിൽ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഗൈസ് മെയിനായിട്ടുള്ള പണികൾ. ഒരുങ്ങുന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ കിടന്ന് നടക്കുമായിരുന്നു. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം നമ്മൾ. അങ്ങനെ ഞാൻ അരിയുണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐശ്വര്യക്ക് വേണ്ടിയിട്ട്. അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കാരണം കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കും, അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഐശ്വര്യയുടെ ഹസ്ബൻഡാണിത്. അപ്പോൾ ആൾക്കാരെല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യാണ്. എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഐശ്വര്യ ഇനിയിപ്പോൾ ഓർണമെൻറ്റ്സും കൂടിയിട്ട് ഏകദേശം നമ്മുടെ പരിപാടി കഴിയുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അതൊക്കെ കാണാൻ ഭയങ്കര ഫുഡടിയാണ് അവിടെ. അപ്പോൾ അങ്ങനെ കഴിച്ചു. അപ്പോൾ ഒരുക്കങ്ങളുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തൊക്കെയോ കോമഡി പറഞ്ഞാൽ അവിടെ ചിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഐശ്വര്യ ഉള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബാൽക്കണിയിൽ ചുമ്മാ വന്ന് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഐശ്വര്യയുടെ അമ്മയും അച്ഛനൊക്കെ എത്തും. അടിയിലൊക്കെ ഫുൾ സെറ്റാട്ടോ നമ്മുടെ സ്വീറ്റ്സ് കാര്യങ്ങൾ. പിന്നെ അവൾക്ക് വള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, അവർ സെറ്റാക്കിയിട്ടുണ്ടായി. അങ്ങനെ ഐശ്വര്യനെ ഒരുക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഐശ്വര്യയുടെ ഹസ്ബൻഡ് ഫുൾ സെറ്റായി. നമ്മുടെ ഫംഗ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നുണ്ടാകും. ഐശ്വര്യയുടെ ഫാമിലി ഫുൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫംഗ്ഷൻ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ക്യാമറാമാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ ഐശ്വര്യയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സ്റ്റാർട്ട്. ഐശ്വര്യയുടെ അമ്മയാട്ടോ അത് സാരി എടുത്തത്. അപ്പോൾ ഗൈസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഉണ്ണി ഉണ്ടായതിന് ശേഷം, അതായത് ആൺകുട്ടിയായിട്ട് ഉണ്ടായത്. അപ്പോൾ ഉണ്ണി ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു രസം വേറെ ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അതിനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സിൽ ഓൾറെഡി മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ബൈ ഗൈസ്.